ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ്ലാൻഡ്. എല്ലാവർക്കും സജൂസ് ടേസ്റ്റ്ലാൻഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം റെസിപ്പിയും അതുപോലെ തന്നെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോണത്. അപ്പോൾ ഇതുവരെ തയ്യാറാക്കിയിട്ട് ശരിയായി കിട്ടാത്തവർക്ക് ഈ ഒരു രീതിയിൽ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1.5 കപ്പ് പച്ചരിയാണ് ആവശ്യമായിട്ടുള്ളത്. ഞാൻ എടുക്കുന്നത് റേഷൻ പച്ചരിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ കഴുകിയെടുക്കണം. ഒരു 3-4 പ്രാവശ്യമൊക്കെ നല്ലപോലെ കഴുകിയെടുക്കുക. അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് തെളിയുന്നത് വരെ നമുക്ക് കഴുകിയെടുക്കണം. ഇപ്പോൾ നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിതിൽ വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് 1.5 കപ്പ് തന്നെയാണ്. 1.5 കപ്പ് തൊട്ട് ഒരു 1.25 കപ്പ് വരെ നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇത് ഫ്രിഡ്ജിലാണിത് കുതിരാനായിട്ട് മാറ്റി വയ്ക്കുന്നത്. ഒരു 6 മണിക്കൂറെങ്കിലും നമ്മൾ കുതിർത്തിയെടുക്കണം. ഇപ്പോൾ ഇത് നല്ലപോലെ തന്നെ കുതിർത്തിയെടുത്തിട്ടുണ്ട്. നന്നായിട്ട് നല്ല പെർഫെക്റ്റായ രീതിയിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് മാവ് ചൂടാവാതെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ പകുതി പച്ചരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചോറാണ്. അപ്പോൾ നമ്മൾ പച്ചരി അളന്നെടുത്തിരിക്കുന്ന ആ ഒരു അളവിൽ, ആ ഒരു കപ്പളവിലാണ് ചോറെടുത്തിരിക്കുന്നത്. 1 കപ്പാണ് ഞാൻ ചോറെടുത്തിരിക്കുന്നത്. പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 3/4 കപ്പ് തേങ്ങയാണ്. ഒരു 3/4 കപ്പ് തൊട്ട് ഒരു കപ്പ് വരെ എടുക്കാവുന്നതാണ്. അപ്പോൾ തേങ്ങ കൂടിയാൽ നല്ല ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവുക. ഇതിൽ നിന്നും പകുതി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്, നല്ല സൂപ്പർ ടേസ്റ്റി ആയിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 4 ഏലക്കായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലൊരു സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഇത് ചേർക്കുമ്പോൾ കിട്ടുന്നത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1/2 ടീസ്പൂൺ ഉപ്പാണ്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് വേണ്ടത് 6 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ഞാനിതിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ബാച്ചിൽ നമുക്കൊരു 3 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കാം. അടുത്ത ബാച്ചിലാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈസ്റ്റാണ്. അപ്പോൾ വളരെ കുറച്ച് മാത്രം, 1/4 ടീസ്പൂണിൻ്റെ അളവിൽ ഒരു പകുതി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത്ര തന്നെ മതിയാവും നമുക്ക് ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ പതഞ്ഞ് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു അളവിൽ തന്നെ നമുക്ക് ഈസ്റ്റ് എടുക്കാം. ഇനി നമ്മൾ അരി കുതിർത്തിയെടുത്തിരിക്കുന്ന ആ ഒരു വെള്ളത്തിൽ തന്നെയാണ് ഇത് അരച്ചെടുക്കുന്നത്. ഇപ്പോൾ ഒരു 3/4 കപ്പോളം വെള്ളം ഞാൻ ഈ ഒരു ട്രിപ്പിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക. അപ്പോൾ നല്ല പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് പകർത്താം. അപ്പോൾ നമ്മളിത് പകർത്തി വെക്കുന്ന പാത്രം കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ബാക്കിയുള്ളത് കൂടെ ഇതുപോലെ അരച്ചെടുക്കാം. ബാക്കി പച്ചരി ചേർത്ത് കൊടുക്കാം. ബാക്കി ചോറ്, അതുപോലെ തന്നെ തേങ്ങ, ഇതെല്ലാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കി 3/4 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് നമുക്ക് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് വരാം. ഇനി ഇതുകൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ 1.5 കപ്പ് പച്ചരി, 1 ഗ്ലാസ് ചോറ്, 3/4 കപ്പ് തേങ്ങ, ഈ ഒരു അളവിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന വെള്ളം 1.5 കപ്പ് വെള്ളമാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ചോറിൻ്റെയും പച്ചരിയുടെയും അളവനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ കുറച്ച് മാറ്റം വരാം. എങ്ങനെ ഇരുന്നാലും നമുക്കൊരു 3/4 കപ്പ് വെള്ളം മാത്രമേ നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വരുള്ളൂ. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ 2 ബാച്ചായിട്ടാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത്. ഈ ഒരു ലൂസിലാണ് നമ്മുടെ മാവ് ഇരിക്കേണ്ടത്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട്, ഒരു രാത്രി മുഴുവൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോഴേക്കും നന്നായിട്ട് തന്നെ നല്ല പെർഫെക്റ്റ് രീതിയിൽ നമുക്കത് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഒരു രാത്രി മുഴുവൻ ഇരുന്നപ്പോഴേക്കും തന്നെ നല്ലപോലെ തന്നെ പതഞ്ഞ് പൊങ്ങി പാത്രമൊക്കെ നിറഞ്ഞ് ആകെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു പതയോട് കൂടിയാണ് നമുക്കത് കിട്ടിയിരിക്കുന്നത്. വളരെ കുറച്ച് ഈസ്റ്റ് മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ. മാത്രമല്ല നമ്മൾ ചോറ് കൂടി ചേർത്തത് കൊണ്ടാണ് നമുക്ക് ഇത്രയും പെർഫെക്റ്റായ രീതിയിൽ നമുക്ക് ഈ ഒരു മാവ് തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, പകർത്തി വെക്കുന്നത് വലിയൊരു പാത്രത്തിൽ തന്നെ പകർത്തി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് മിക്സ് ചെയ്യരുത്. പതഞ്ഞ് പൊങ്ങിയതൊക്കെ ഒരുപാട് അങ്ങോട്ട് താഴ്ന്നു പോയാൽ നമ്മുടെ വട്ടയപ്പം കുറച്ച് ഹാർഡായിട്ടായിരിക്കുക. അപ്പോൾ കുറച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ പതയൊക്കെ ഒന്ന് കുറച്ചൊന്ന് താഴുന്നത് വരെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇത് തയ്യാറാക്കാനുള്ള പാത്രത്തിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പകുതി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഇത് തയ്യാറാക്കാവുന്നതാണ്. ഇപ്പോൾ ഇഡ്ഡലിത്തട്ടിൽ വെള്ളം വെച്ചിട്ടുണ്ട്, നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഒരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് കൊടുക്കുക. എന്നിട്ട് വെള്ളം അതിലേക്ക് ചാടാതിരിക്കാൻ വേണ്ടി ഒരു മൂടി കൂടി വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊരു 15 മിനിറ്റ് തൊട്ട് ഒരു 20 മിനിറ്റ് വരെ നമുക്ക് നല്ലപോലെ ഒന്ന്
ആവി കയറ്റി എടുക്കണം. ഇനി നമുക്ക് നമ്മുടെ കറി തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 10-12 പീസ്, കുറച്ച് വലിയ 10-12 പീസ് ചിക്കന്, ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതൊന്നുകൂടി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ് ഇത്. അപ്പോൾ ഏകദേശം ഒരു ബൗളോളം ഉണ്ടാവും ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നിൽക്കാൻ പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒരൊറ്റ വിസിൽ മാത്രം നമുക്കിതൊന്ന് അടുപ്പിച്ച് എടുക്കാം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ തുറന്ന് നോക്കുമ്പോൾ നല്ല പെർഫെക്റ്റായ രീതിയിൽ നന്നായിട്ട് വെന്ത് നല്ല പാകമായിട്ട് നമുക്ക് നമ്മുടെ വട്ടയപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നമുക്കത് മറ്റൊരു പാത്രത്തിലേക്ക് പകർത്താം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല പോലെ സോഫ്റ്റായിട്ട് നല്ല പെർഫെക്റ്റായ രീതിയിൽ ഉള്ള ഒരു വട്ടയപ്പം റെസിപ്പിയാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. വളരെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളതാണ് ഇത്. അപ്പോൾ ഇതിനി ഇവിടെ ഇരിക്കട്ടെ, നമ്മുടെ കറി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 സവോള ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലൊരു ഗോൾഡൻ കളറാവുന്നത് വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 10-12 ചെറിയ ഉള്ളി നെടുക് കീറിയത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റാക്കിയത് 1 സ്പൂൺ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ ഒരു പച്ച മണം മാറുന്നത് വരെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി 2 തണ്ട് കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി നമുക്കൊരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും കുറച്ച് സ്പൈസി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും ഒരു 5-6 കാന്താരി മുളക് കൂടി ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കാന്താരി മുളക് ഇല്ലെങ്കിൽ അത്യാവശ്യം എരിവുള്ള 2 പച്ചമുളക് നെടുകെ കീറിയിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് 2 തക്കാളിയാണ്. ചെറിയ 2 തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് തക്കാളി ഒന്ന് അങ്ങോട്ട് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് നമുക്കിതൊരു അല്പസമയം ഒന്ന് മൂടി വെച്ച് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ കുറച്ച് സമയം ഇരുന്നപ്പോഴേക്കും തക്കാളിയൊക്കെ ഒന്ന് ചുരുങ്ങി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. എല്ലാം നല്ലപോലെ തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂണ് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1 ടീസ്പൂണ് ഗരം മസാല, ഒരു 1/4 ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ പൊടികൾ ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്ലെയിം നല്ലപോലെ താഴ്ത്തി വെച്ചിട്ട് വേണം നമ്മളിത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നല്ലപോലെ അതിൻ്റെ ഒരു പച്ച മണം ഉണ്ടല്ലോ മസാലയുടെയൊക്കെ, അത് ഒന്ന് മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വയ്ക്കുക. അപ്പോഴേക്കും കുറച്ചൊന്ന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് ആ ഒരു രീതിയിൽ ഇത് വരാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇത് നല്ലപോലെ തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ടൊന്ന് ചുരുങ്ങി ആ നല്ലൊരു മസാലയുടെയൊക്കെ ഒരു നല്ലൊരു മണമൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ. അതിൻ്റെ ചിക്കനൊക്കെ കട്ടയായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വേറെടുത്തിട്ട് അതുപോലെ തന്നെ ആ ഒരു മസാലയിൽ ആ വെള്ളത്തിൽ ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് ആവുന്നത് വരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിത് കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കുറച്ച് സമയം തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് സമയം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ഗ്രേവി ഒന്ന് കുറച്ചൊന്ന് തിക്കാക്കിയിട്ട് എടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് ഗ്രേവിയൊക്കെ കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ആ ഒരു ചിക്കനിലേക്ക് മസാലയും കാര്യങ്ങളെല്ലാം തന്നെ പിടിച്ചിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇനി നമുക്ക് ഇതിലേക്കൊരു 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ കുറച്ച് കട്ടിയുള്ള രീതിയിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മളിത് ഒരു ലോ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തേങ്ങാപ്പാൽ ചേർത്തിട്ട് നമ്മൾ ഒരുപാട് നേരം തിളപ്പിച്ചെടുക്കേണ്ട കാര്യമില്ല. എന്നാൽ ജസ്റ്റ് കുറച്ചൊന്ന് തിളച്ച് കിട്ടിയാൽ മാത്രം മതിയാവും. നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ 2 പ്രാവശ്യം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ഈ ഒരു സമയത്ത് ഉപ്പ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമുക്കത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഈ ഒരു കറിയിലേക്ക് നല്ലപോലെ തന്നെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലപോലെ ഒന്ന് തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് ലോ ഫ്ലെയിമിൽ മൂടി വയ്ക്കാം. അപ്പോഴേക്കും തന്നെ കുറച്ചൊന്ന് ചുരുങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് മല്ലിയിലയാണ്. അപ്പോൾ ഞാൻ ആഫ്രിക്കൻ മല്ലിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് മല്ലിയില ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെടുക്കുക. ഒരു സ്പൂണോ 1.5 സ്പൂണോളമൊക്കെ മതിയാവും. എന്നിട്ട് നമുക്കിത് ഇതിലേക്ക് ചേർത്തിട്ട് ഒരല്പസമയം ഒന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും തന്നെ ഗ്രേവിയൊക്കെ കുറച്ചുകൂടി ഒന്ന്
കുറുകിയിട്ട് നല്ലൊരു പെർഫെക്റ്റ് രീതിയിൽ വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് സെർവ് ചെയ്ത് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പോഞ്ച് പോലെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം റെസിപ്പിയാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ തയ്യാറാക്കിയിട്ട് ശരിയാവാത്തവർ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, താങ്ക് യു, ബൈ.